ശരിക്കും അതിപ്പോ പറയണ്ട, ആ സർപ്രൈസ് ഇപ്പൊ തന്നെ പൊളിക്കണ്ട അങ്ങനെ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഉറപ്പുണ്ടേ. അമ്മിനെ കാണാൻ വേണ്ടിയൊക്കെ പോയപ്പോഴാണ് പിന്നെ അങ്ങോട്ട് കിളി പോയി. ഇതിനെ പറഞ്ഞു വെറുതെ അതിന്റെ ഒരു രസം കളയുന്നില്ല. ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോഴേ ഇന്നത്തെ ഒരു പുതിയ ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം രാവിലെ തന്നെ പിള്ളേർ സ്കൂളിലൊക്കെ പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി ഒരു ക്ലീനിങ്. മുന്നേ നമ്മുടെ വീട്ടിൽ റോബോട്ട് വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നില്ല, നമ്മൾ അഗാരോടെ. അത് പിന്നീട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ, അത് എങ്ങനെയുണ്ട്, നല്ലതാണോ ശരിക്കും. നമ്മുടെ വീട്ടിൽ ഇപ്പം നാശമായി, അതായത് ഞാൻ വീഡിയോയിൽ കാണിക്കാതെ വെറുതെ നാശമായതല്ല കേട്ടോ. ഈ ഇസു അതിൻ്റെ പുറത്തൊരു ദിവസം കയറി നിന്നു, അത് വർക്ക് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ചെയ്താൽ പിന്നെ അത് എന്തായാലും ഡാമേജ് ആവാതിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒന്ന് പുതിയ ഒരെണ്ണം വാങ്ങിക്കണം എന്നുണ്ട്. കാരണം നല്ല യൂസ്ഫുൾ ആയിരുന്നു അത്. നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടിലിൻ്റെ അടിയിലും സോഫയുടെ അടിയിലും ഒക്കെ പോയി പൊടികളൊക്കെ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര മിസ്സിങ്ങാണ്. ഞാനൊന്ന് പുതിയ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കാം. ഇന്നത്തെ നമ്മളുടെ ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ ക്ലീനിങ്ങും പരിപാടികളൊക്കെ. ഇന്ന് നമുക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ട, അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സൈഡ് പറയുന്നത് നമുക്ക് പിഷാരടിസി പോയി സദ്യ കഴിക്കണം എന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പിഷാരടിസി പോയിട്ട് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളൊക്കെ സ്കൂളിലാണ്. പക്ഷെ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യയിലൊന്നും വലിയ കാര്യമില്ല. അവർക്ക് വല്ല ചിക്കനോ എന്തിനാണെങ്കിലും കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവരില്ലാതെ സദ്യ കഴിക്കാൻ പോയ പ്രശ്നമല്ല. പിന്നെ ഡാഡി കുറച്ച് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ ഡാഡി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉമ്മച്ചിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, എന്നിട്ട് വേണം പിഷാരടിസി പോവാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി പോലെ ഫുഡ് ഐറ്റംസ് അല്ല വാങ്ങിക്കാനുള്ളത്, കുറച്ച് നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് നമ്മൾ കിച്ചണിലൊരു ടേബിളിൽ റൗണ്ട് ടേബിൾ, അതിന് നല്ല ചെയറും ഈ ഒരു ടേബിൾ ടോപ്പറൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. പിന്നെ അറിയാലോ, ഇത് നമ്മൾ പട്ടാമ്പി ടോപ്പാസിലാണ് പോയി, അവിടെയൊക്കെ പോയാൽ പിന്നെ നമുക്ക് കാണുന്നതൊക്കെ വേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മാരെ കൂട്ടിന്ന് പോയോക്ക് അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ കിച്ചണിലേക്ക് ആവശ്യമുള്ളതായിരിക്കും. കാരണം ഈ കിച്ചണിലത്തെ മിക്ക സാധനങ്ങളും ഇപ്പോൾ ഈ കയ്യിൽ അതുപോലത്തെ സാധനങ്ങളൊന്നും കേട് വന്നിട്ട് നമ്മൾ കളയില്ല. കുറേ യൂസ് ചെയ്ത് പഴകിയാൽ നമ്മൾ മനഃപൂർവ്വം എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളൊന്ന് പുതിയത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിഷാരടിസി പോയിട്ടോ നല്ല സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ മുന്നേ എനിക്ക് ഇപ്പോഴും നമ്മുടെ ചെറുപ്പത്തിൽ സദ്യ കഴിക്കാൻ കൊതിയായിട്ട്. അന്ന് ഇപ്പം എൻ്റെ ഷൈത്തായിരുന്നു. ഷൈത്താക്ക് അന്ന് ഞാനായിരുന്നു അവളുടെ യാമിക്കുട്ടി. അതായത് എന്ത് ചോദിച്ചാലും എനിക്ക് ഉണ്ടാക്കി തരണം എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കിങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടലായിരുന്നു പണി. അപ്പം എനിക്കിതുപോലെ സദ്യ കഴിക്കാൻ കൊതിയായിട്ട് ഇത്താണ്ട് വേണ്ടിയിട്ട് സദ്യ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഞൊടിയിടയിൽ ഒരു 16 കൂട്ടാനുകളുള്ളൊരു സദ്യ. നല്ല ടേസ്റ്റാണ്. അന്നൊക്കെ അവൾ ഈ വനിതയൊക്കെ അതിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടല്ലോ, വനിതയിലൊക്കെ നോക്കിയിട്ടാണ് ഓണത്തിൻ്റെ ടൈമിലൊക്കെ ഓണസദ്യയുടെ പങ്ക്തിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നോക്കിയിട്ടാണ് അവൾ സദ്യ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും വലുത് ഓരോ കൂട്ടാനുകളുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട് വായിൽ. അങ്ങനെ ഉറപ്പുണ്ടേ, നല്ല രസമല്ല. അത് ഇതൊന്നും ഇല്ലാതെ പോകാനും പറഞ്ഞു പോകാനും പുതിയ ആൾക്കാരെങ്കിൽ. ഇതാണ് നമ്മൾ കിച്ചണിലേക്ക് മേടിച്ച കസേര കേട്ടോ. ഒന്നിന് 700 സംതിങ് ഒക്കെ ആണെങ്കിൽ 5 കസേര നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ആ ടേബിളിൻ്റെ മുകളിലേക്കുള്ള അത് പിന്നെ കട്ട് ചെയ്തിട്ടാണ് അവർ തരിക. അതൊരു തരം മാർബിളിൻ്റെ പോലത്തെ ടൈൽസ് ആണല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്യാനവിടെ നമ്മൾ ടേബിളിൻ്റെ അളവൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പലക എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ പിന്നെ ഉമ്മച്ചിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റംസാണ്. അയ്യോ എൻ്റെ മക്കളെ, ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ. ആകെ വിയർത്ത് കുളിച്ച്. മഴയാണ് നിന്നപ്പോൾ ഒന്നും ഭയങ്കര ഗംഭീര വെയിലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നേ. ഇനി എന്താ പറയുക, ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ഒന്നുകൊണ്ട് വേഗം മയങ്ങി നിൽക്കട്ടെ. ഈ സദ്യയും പായസമൊക്കെ കഴിച്ച ക്ഷീണം ഒന്നും മാറ്റട്ടെ. അപ്പോൾ ഈവനിങ് എല്ലാവരും വരും. ഈ ഡ്രസ്സ് അതുകൊണ്ട് കാണിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഓൺ ആക്കിയത്. ഈ ഡ്രസ്സ് തന്നെ മുന്നേ കാണിച്ചിട്ടുള്ളത് ഈ ഫോട്ടോയിലുള്ളതാണ്. നല്ല ഡ്രസ്സ് കേട്ടോ. എനിക്ക് ഞാൻ അതിന് ശേഷം ഇട്ടിട്ടില്ല. അന്ന് ഇട്ടപ്പോൾ പക്ഷേ അത് രസമുണ്ടല്ലോ. ഇത് കണ്ട ഒരു പാർട്ടി വെയർ ലുക്കൊക്കെ തോന്നുന്നു. ഞാനിതൊക്കെ പിന്നെ എടുക്കാൻ ഇടുക. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് പോകുമ്പോൾ തന്നെ ഇട്ടു. ഇതിങ്ങനെ ത്രെഡ് വർക്കാണ് കേട്ടോ. ഇച്ചിരി സ്വീക്വൻസ് ഒക്കെ വരുന്നൊരു ത്രെഡ് വർക്കാണ്. രസമുണ്ട്. കുറച്ച് പേൾസൊക്കെ വന്നിട്ട്
എന്ന് നല്ല കംഫർട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവിടെ ഇട്ടു. പാർട്ടിവെയറൊക്കെ ഇട്ടിരുന്ന് ഷോപ്പിംഗ് സദ്യക്കൊക്കെ പോയത്. അങ്ങനെ കുഴങ്ങി ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. നല്ല നല്ല വെയിൽ, ചൂട്, കൂടെ ഒരു സദ്യ ഒക്കെപ്പാടായിട്ടേ എൻജിൻ കംപ്ലീറ്റ് ഔട്ട് എന്ന് പറഞ്ഞോളൂ ഞാൻ നിൽക്കണേ. ഓക്കെ, അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കട്ടെ ഈ ഡ്രസ്സിൻ്റെ. പറ്റുകയാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുളിച്ച് ഫ്രഷായി വന്നു. മുടിയൊന്നും ഉണങ്ങിയില്ല, നനഞ്ഞിരിക്കുകയാണ്. നല്ല AC ഇട്ട് ഇവിടെ കിടന്നു. ഇപ്പോൾ ഒരു സുഖം കിട്ടി. ഇനി എന്തായാലും ഈവനിങ് എല്ലാവരും വരുമ്പോഴത്തേനും എണീറ്റ് ബാക്കിൽ കയറാം. അപ്പോഴത്തേനും പിള്ളേർ വരും. 4 മണി 4:30. എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി, പിള്ളേരും ഷൈത്തയും ജാസിമുട്ടി എല്ലാവരും ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവാം. അപ്പം എന്തായാലും അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഒരു 1 hour ഉറങ്ങിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സുഖം. യാമിക്കുട്ടി വരും. എക്സൈറ്റ്മെന്റിലാണ്. കുട്ടികൾക്ക് അറിയില്ല കേട്ടോ അന്ന് വരുന്നൊന്നും. അപ്പൊ അവര് വരുന്നതിന്റെ മുന്നേ ഷായത്ത് വരാണെങ്കിൽ അവര് സർപ്രൈസ് ആയിരുന്നു. പക്ഷെ അപ്പത്തിനും ഷായത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഈവനിങ് കാണാം. നമ്മളെ പിള്ളേരെത്തിക്കും. ഷായത്തും ജാസ്മിനും വന്നില്ല. കഷ്ടപ്പാട് തുടങ്ങി. അതുകൊണ്ട് നമ്മളെ അർജന്റീന കളിക്കാണ്ട് ഇപ്പൊ കളിയും തുടങ്ങിയോ? മഴ നിൽക്കാൻ കാത്തിക്ക, അപ്പൊ കളിയാക്കണം. എന്നിട്ട് രാത്രി കളി അർജന്റീന ഇംഗ്ലണ്ട്. പിന്നെ അധികം ടൈമില്ല. ഞാൻ അവരൊക്കെ നേരത്തെ വരുന്നത് വിചാരിച്ചത്. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പഴംപൊരിയാണല്ലോ ഉണ്ടാക്കാറ്. ഒന്ന് പഴംപൊരിയായിട്ട് ഈവനിങ്ങിന് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ സാധാരണ ഈവനിങ് സ്നാക്കുകളിൽ ഏറ്റവും ഇഷ്ടം പഴംപൊരിയാണ്. പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഫസ്റ്റ് ദിവസം വ്ളോഗ് ഇട്ട ദിവസമാണ് അന്ന് വോയിസ് റിപ്ലൈയിൽ കൊടുക്കാറുള്ളത് കേട്ടോ. ചിലരൊക്കെ പിന്നെ എനിക്ക് മെസ്സേജ് അയക്കും, എനിക്ക് മാത്രം റിപ്ലൈ തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താ വെച്ചാൽ അന്നത്തെ ദിവസം എന്തായാലും വോയിസിൽ റിപ്ലൈ കൊടുക്കും. പിറ്റേ ദിവസമാണെങ്കിലും ചിലപ്പോൾ ഞാൻ നല്ലത് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു എന്താണെന്നറിയോ, എന്തെങ്കിലും ഒരു പ്രത്യേക ചോദ്യം ഒക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കമൻറ്റ് കാണുമ്പോഴാണ് ഇതിന് മറുപടി കൊടുക്കണം എന്ന് തോന്നുക. അപ്പം അങ്ങനത്തെ കമൻസിനൊക്കെ പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കും. ചിലരൊക്കെ എനിക്ക് എന്തെങ്കിലും റിപ്ലൈ തരുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എന്താ ഇപ്പം ഞാൻ പറയാൻ, ജസ്റ്റ് പേര് മാത്രം വായിക്കും. അങ്ങനെ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വോയിസിൽ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് കിട്ടും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പഴംപൊരി പൊരിക്കുന്ന ഈ ചട്ടി ഉണ്ടല്ലോ, ഇത് അകാരോടെ തന്നെയാണ് കേട്ടോ. ഇതൊരു 3 സെറ്റുള്ളൊരു പാത്രമായിരുന്നു. ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത്ര കാലമായിട്ട് ഐ തിങ്ക് 1 വർഷമോ 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോഴും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ 3 പാത്രങ്ങളും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ വേണമെങ്കിൽ ഫോട്ടോ കൊടുക്കാം. വേണമെങ്കിൽ ഇത് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ധൈര്യമായിട്ട് വാങ്ങിച്ചാൽ ഒരു 3 പാത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കിച്ചണിലേക്ക്. ഇന്നലെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ജാസ്മിക്കുട്ടി ഷായത്തായൊക്കെ വെയിറ്റ് ചെയ്ത്, അപ്പം ആ വിശേഷങ്ങളായിരുന്നല്ലോ. അപ്പം അത് അവിടെ അങ്ങ് അവസാനിപ്പിച്ച് ഞാൻ അവർ വന്ന വിശേഷങ്ങളിൽ ആ വീഡിയോ ഞാൻ വേറെ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ബാക്കിയായിട്ട് ഇത് ഇടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അവർ വന്ന് പോയിട്ട് ഇതിൽ ഞാൻ പറയാൻ കാരണം ഈ ടേബിൾ ടോപ്പർ ഇത് നമ്മൾ സുൽത്താൻ്റെ വീട്ടിൽ ടേബിൾ ടോപ്പർ കണ്ടില്ല, അതുപോലത്തെ വാങ്ങിച്ചാണ് കേട്ടോ. സെയിം ക്വാളിറ്റി ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഇനി സുൽത്താക്ക് കണ്ടാലേ അറിയുള്ളൂ. അപ്പം എന്താ പറയുക, ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്ത്. ഞങ്ങളുടെ പട്ടാമ്പി ടോപ്പാസിൽ നിന്നാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ടാബിളിൻ്റെ പുറത്ത് എപ്പോഴും നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഇട്ടപ്പോൾ നല്ല ഫിനിഷ്. ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടേക്ക് വലിയ ടേബിൾ ഇങ്ങനെ നീളമുള്ള ബെഞ്ചും ഡെസ്കും പോലെ ഉണ്ടാക്കണം എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നടന്നില്ല. പിന്നെ ഈ ടേബിൾ നല്ല ടേബിളാണ്. ഇതിൻ്റെ പുറം മാത്രമേ ഉള്ളൂ എപ്പോഴും കേടുവരാറ്. അപ്പോൾ ഈ ടേബിൾ വെറുതെ അങ്ങോട്ട് ഒഴിവാക്കാനും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ 5 പേർക്കും സുഖമായിട്ട് ഇരിക്കാനും പറ്റുന്ന തരത്തിൽ നല്ല ടേബിളാണ്. അപ്പോൾ ഈ ടോപ്പർ ഇട്ടപ്പോൾ ഇത് നല്ല സുഖമായിട്ട്. ഈ വാൾപേപ്പർ ഒന്നും ഒട്ടിക്കണ്ട. കുറച്ച് മാറ്റ് പോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിച്ചിടണം. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ടോപ്പർ കാണിച്ചപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ടേബിള് നല്ലതുമായിരിക്കും. പക്ഷെ അതിൻ്റെ മുകളിൽ ഉള്ളതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ എല്ലാ ഫർണിച്ചർ ഷോപ്പിലും ഉണ്ടാവും. കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതന്നത്തെ നമ്മളെ ലഞ്ച് ചോറുണ്ട്, പിന്നെ ഇത് ചിക്കൻ ഒരു മസാലയുണ്ട്, ചെറുപയറുപ്പേരി, ചമ്മന്തി, കറി ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ കറി അത്ര വേണമെന്നില്ല, ചില കറികളൊക്കെ എടുക്കുള്ളൂ. ഇങ്ങനെ മാത്രം കഴിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല കുറച്ചായിട്ട് ജിമ്മിന് പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരൊക്കെ വന്നപ്പോൾ വീണ്ടും 2 ദിവസം ലീവായി. അപ്പോൾ ഇന്ന് വീണ്ടും പോകണം. ഇപ്പോൾ തടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തടി വെക്കുന്ന ഒരു പോലത്തെ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ടെൻഷനല്ലേ, അല്ലെങ്കിലും തടി കുറക്കണം. ഞാനിപ്പോൾ 72 ആയിരുന്നു, ഇപ്പോൾ 70 ആയിട്ടുണ്ട്. അപ്പം ഇനി അതിലും കൂടുതൽ ഒരു 68 60 ആ ഒരു റേഞ്ചിലാക്കണം അങ്ങനെ വിചാരിച്ചിട്ട്.
ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്ലിം ആവണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യല്. സന്തോഷല്ലേ അപ്പൊ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത്രയും ദിവസം മുതലും ഓൻ വരികയാണ് എന്നുള്ള ആ ഒരു പൊതുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനപ്പോ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ അന്ന് നൈറ്റിലത്തെ വിഷയം ഞാൻ വേറെ കാണിച്ചു തരാന്നുള്ളത്. എനിക്കതിപ്പോ പറയണ്ട, ആ സർപ്രൈസ് ഇപ്പൊ തന്നെ പൊളിക്കണ്ട അങ്ങനെ വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണ് അധികം ഷാഹിദിന്റെയും ജാസ്മിൻ കുട്ടി സുലുവിന്റെ ഒക്കെ വീഡിയോ കാണാറുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഷാഹിദാന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഷെഫ് കുട്ടൻ വരുന്നുണ്ടെന്നുള്ള സർപ്രൈസ് എന്തായാലും അവള് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ വെച്ചാൽ അപ്പൊ എന്തായാലും അതൊന്ന് പറയാന്ന് വിചാരിച്ച്. എന്തായാലും ഞാൻ ആ വീഡിയോ അടുത്ത വ്ലോഗ് ആയിട്ട് ഇടാം കേട്ടോ. സർപ്രൈസ് ആയി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ഞാനത് ശരിക്കും ഒന്ന് പറയട്ടെ എന്ന് വിചാരിച്ച്. അതായത് ഷാഹിദാന്റെ വീഡിയോ കണ്ടപ്പോഴാണ്, ഷാഹിദ് ഓൾറെഡി ആ സർപ്രൈസ് നിങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഓക്കെ ഞാനത് വീഡിയോയിൽ പറയാന്ന് വിചാരിച്ചു കേട്ടോ. അന്ന് ശരിക്കും രാത്രി ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ തീരെ വിചാരിക്കണില്ലല്ലോ ഷെഫ് മോൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ മുന്നേ അവന് ഓഗസ്റ്റിൽ വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇക്കാലത്തൊക്കെ പറഞ്ഞപ്പോൾ ഇക്കും ചിലപ്പോൾ ഓഗസ്റ്റിൽ വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഓഗസ്റ്റിൽ വരുന്നില്ല നവംബറിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ നവംബറിലായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞില്ല വരുന്നില്ല, വരാൻ പറ്റുന്നുണ്ടാവില്ല, ഷോ വരുന്നില്ല. പക്ഷെ എനിക്കിങ്ങനെ തോന്നിയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ ഒരിട്ടം ഉണ്ണിമോനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടാ, ഷെഫ് കാക്ക വരുന്നില്ലേ, സർപ്രൈസ് ആക്കിക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചിരി ചോദിച്ചു. പറഞ്ഞു എന്നാ പറയണ്ട സർപ്രൈസ് ആയിക്കോട്ടെ, നമ്മളും ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമല്ലോ. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ വീഡിയോ കാണാൻ. റീൽസിലൊക്കെ മക്കളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലും ബ്രദേഴ്സൊക്കെ വരുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആവുന്നത് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരുമല്ലോ. അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട നീ പറയണ്ട, സർപ്രൈസ് ആയിക്കോട്ടെ അങ്ങനെ വിചാരിച്ചു. പക്ഷെ അത് ഇപ്പൊ സംഭവിക്കുന്ന തീരെ വിചാരിക്കണില്ലല്ലോ. അതൊരു നവംബറിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് മനസ്സിൽ. പിന്നെ ആ സാധനം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈവനിങ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ക്യാമറ ഒക്കെ സെറ്റാക്കി ഇവർ വരുന്നതൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഊഞ്ഞാലയിൽ ഇരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ കാണുന്നില്ല. അപ്പൊ അകത്തേക്ക് ഇങ്ങനെ വന്നിവിടെ സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വണ്ടി വന്നത്. ഇങ്ങനെ ഇവരെ കാണാനല്ലോ നമുക്ക് എപ്പോഴും യാമി വരുന്നൊരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ യാമിനെ കാണാൻ വേണ്ടിയൊക്കെ പോയപ്പോഴാണ് പിന്നെ അങ്ങോട്ട് കിളി പോയി. ഇതിനെ പറഞ്ഞു വെറുതെ അതിന്റെ ഒരു രസം കളയുന്നില്ല. അപ്പം അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിനെ കുറച്ച് ലെങ്തി ആയി. ഇത് വേറൊരു വീഡിയോ ആയിരുന്നല്ലോ, അപ്പൊ അതിലത് ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ സർപ്രൈസ് ആയി, ഞങ്ങൾ സുലുവിന്റെ നെജിത്താനെ എല്ലാവരും സർപ്രൈസ് ആക്കി അന്ന് നൈറ്റ് തന്നെ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഉള്ള വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും ഒരു രോമാഞ്ചം അന്നത്തെ ദിവസത്തെ. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങളൊക്കെ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും മറക്കാതെ കാണണം കേട്ടോ. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അടുത്ത വീഡിയോ ഇട്ട് വരാം.